നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. കാരണം ഒരു ട്രേഡർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടും, ഒരുപാട് ഉപകാരപ്പെട്ടേക്കാം. അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് അല്ല, ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് അല്ല, ചാർട്ട് പാറ്റേൺസ് അല്ല, അങ്ങനെ ഒന്നുമല്ല. നമ്മുടെ മാർക്കറ്റില് നമ്മളെല്ലാവരും എത്രയൊക്കെ മാർക്കറ്റിനെ വാച്ച് ചെയ്തിട്ടും ഡീപ്പായിട്ട് പഠിക്കാതെ വിട്ടുകളയുന്ന ഒരു ലെവലുണ്ട് മാർക്കറ്റില്. പലരും ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാറില്ല. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഒരു സോണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണുക കേട്ടോ, ശ്രദ്ധിച്ച് കാണാം. അതായത് ദേ ഈ കാണുന്ന ഇത് നമ്മുടെ മാർക്കറ്റ് ആണെന്ന് കരുതുക, ഈ പോകുന്നത്. ഓക്കെ, ഈ മാർക്കറ്റിന് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർക്കറ്റിന് ഒരു ഓപ്പണിംഗ് ടൈം ഉണ്ട്. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു ഇവിടെ, അല്ലെ? മാർക്കറ്റിന് ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാ മാർക്കറ്റിലും ഉള്ളതാണ്. അപ്പോ ഈ മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിനും ക്ലോസിനും ഒരു പ്രത്യേകതയുണ്ട്. പലർക്കും അത് അറിയില്ലായിരിക്കാം, ചിലർക്ക് അറിയായിരിക്കാം. ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഓപ്പണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഇംബാലൻസ് ആയിരിക്കും. ഇംബാലൻസ് എന്ന് വെച്ചാല് മാർക്കറ്റില് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഓപ്പണിംഗ്. അതിന് കാരണം എന്താണ്? മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 9:15 നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും വന്നിട്ട് എന്ത് ചെയ്യും? അവര് പരസ്പരം അവരുടെ പൊസിഷൻ ബിൽഡ് ചെയ്യുന്ന ടൈമാണ്. അതായത് ബയേഴ്സ് വന്ന് അവർക്ക് വേണ്ട പൊസിഷൻ എടുക്കും, സെല്ലേഴ്സ് വന്ന് അവരുടെ വേണ്ട പൊസിഷൻ എടുക്കും. അപ്പൊ ഈ ഒരു ബഹളം മൊത്തം നടക്കുന്ന ടൈമാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പണിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഓപ്പണിംഗ്, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിലെ പല ഓപ്പണിംഗ് ടൈമിലൊക്കെ വലിയ ക്യാൻഡിലൊക്കെ കാണാൻ പറ്റും. എല്ലാ ദിവസങ്ങളിലും അല്ല, പല ദിവസങ്ങളും വലിയ വലിയ മൂവ്മെന്റുകളൊക്കെ കാണാൻ പറ്റും. അതിന് കാരണം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഒരിക്കലും ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ അല്ല. എന്നാൽ ഇനിയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. മാർക്കറ്റ് ഇതേപോലെ മൂവ് ചെയ്ത് പോയി മാർക്കറ്റ് അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു ദിവസം മാർക്കറ്റ് അവസാനിക്കുന്ന സിറ്റുവേഷൻ. ഈ ഒരു അവസാനിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ അന്നത്തെ ദിവസത്തെ, ഞാൻ പറയുന്ന ലോജിക്കലി ആലോചിക്കാം, അന്നത്തെ ദിവസം ഫുള്ള് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? ബയേഴ്സും സെല്ലേഴ്സും, അല്ലെ? ഒരു മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഈ രണ്ട് പാർട്ടിസിപ്പൻസ് ആണ്. അവരില് ബയേഴ്സും ഉണ്ട്, സെല്ലേഴ്സും ഉണ്ട്. ക്ലിയർ അല്ലേ? ഈ ബയേഴ്സും സെല്ലേഴ്സും ഒരു ദിവസം മൊത്തവും മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിച്ചതിന് ശേഷം അതിനെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, ഇത് ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും പലപ്പോഴും. ഓക്കെ, മനസ്സിലാക്കുക. ഓപ്പണിംഗ് ഒരിക്കലും എന്തല്ല? ബാലൻസ്ഡ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? ഓപ്പണിങ്ങിന് മുൻപായിട്ട് അവിടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യാണ്? പുതിയ പൊസിഷൻ എടുക്കാനാണ് വരുന്നത്. പലരും പുതിയ പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് അവസാനിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോ ഞാൻ ഈ ക്ലോസ് എന്ന് പറഞ്ഞു, പക്ഷെ ശ്രദ്ധിക്കുക, ഈ ക്ലോസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് അവസാനിച്ച ഈ ഒരു പോയിന്റിനെ അല്ല. അവിടെയാണ് പലർക്കും തെറ്റ് പറ്റുന്നത്. ഈ ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഒരു ലൈൻ അല്ല. അതായത് കണ്ട, ഇപ്പൊ ഒരു ഉദാഹരണം കാണിക്കാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ മാർക്കറ്റ് ആണ്. ഈ മാർക്കറ്റ് ഇവിടെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡലില് ഈ ഒരു ദിവസം അവസാനിച്ച് ഇവിടെയാണ്. ഈ ഒരു ലൈൻ അല്ല ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിന്റെ അവസാനത്തെ 30 മിനിറ്റ് എടുക്കാം, ലാസ്റ്റ് 30 മിനിറ്റ്സ്. എന്തിനാണ് അവസാനത്തെ 30 മിനിറ്റ് എടുക്കുന്നത് നോക്കാം. ഇപ്പൊ ഇതാണ് അവസാനത്തെ 30 മിനിറ്റ് എന്ന് കരുതാം. അതായത് ഞാൻ എന്താണ്ടേ ഈ മാർക്ക് ചെയ്യുന്ന ലെവൽ കണ്ടോ, ഈ ഒരു യെല്ലോ ലൈനും ഈ ഒരു ഗ്രീൻ ലൈനും കണ്ടോ, ഈ ഒരു സോണാണ്. ഈ ഒരു സോൺ കണ്ടില്ലേ? ഇതാണ്ട് ഇവിടെ ഈ ഒരു സോൺ കണ്ടില്ലേ? ഈ ഒരു സോണാണ് മാർക്കറ്റിന്റെ അവസാനത്തെ 30 മിനിറ്റ് എന്ന് കരുതുക. എന്തുകൊണ്ടാണ് ഈ 30 മിനിറ്റിന് ഇത്ര അധികം പ്രാധാന്യമുള്ളത്? കാരണം മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെല്ലേഴ്സും ബയേഴ്സും എഗ്രിമെന്റിൽ എത്തി അവസാനിപ്പിക്കുന്ന, ബാലൻസ്ഡ് ആയിട്ട് അവസാനിപ്പിക്കുന്ന റേഞ്ച് ആണത്. ഓക്കെ, അപ്പൊ ഈ ഒരു സോണിന് പിറ്റേ ദിവസം വളരെ വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് ഒരു കാര്യം എടുത്തു പറയാം. ഇത് ഒരു സിംഗിൾ പാർട്ട് വീഡിയോ അല്ല. കാരണം ഇതിൽ ഒരുപാട് പല ടൈപ്പ് മാർക്കറ്റിൽ ഇത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്, പല ടൈപ്പ്. അത് ഓരോന്നും ഞാൻ പറയും കേട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ഓരോരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അപ്പൊ ഇപ്പൊ ഈ ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് പഠിച്ച് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റിലോ ലൈക്കോ ആയിട്ട് പറയുക.
അപ്പോഴായിരിക്കും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ ഇതിന്റെ ബേസ് കണ്ടന്റ് ആണിത്. നന്നായിട്ട് വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. ഉറപ്പാണ്, ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് ഉപകാരപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പൊ മാർക്കറ്റ് ഈ ഒരു എഗ്രിമെന്റിൽ എത്തിയ ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ അവസാനത്തെ 30 മിനിറ്റ് വളരെ പ്രാധാന്യമുള്ളതാണെന്നും പറഞ്ഞു. ഇനി ഈ 30 മിനിറ്റ് എങ്ങനെയെങ്കിലും ഫോം ആയാൽ പോരാ. അതായത് ചില ദിവസങ്ങളിൽ അവസാനത്തെ ഒരു 30 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സോൺ ആയിരിക്കും. അതായത് ഒരു വലിയ റേഞ്ച് ആയിരിക്കും. ദേ ഇപ്പൊ ഇതേപോലെ ഒരു ലാസ്റ്റ് 30 മിനിറ്റ് ഇത്രയും വലിയ റേഞ്ച് ഒക്കെ വരും. അതല്ല നമുക്ക് വേണ്ടത്. ഈ ഈ എന്തുകൊണ്ട് അവസാനത്തെ 30 മിനിറ്റ് ഒരു വലിയ റേഞ്ച് ആവുന്നത്? കാരണം ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ അപ്പോഴും ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല. ചിന്തിച്ചു നോക്കുക. അവസാനത്തെ ഒരു മണിക്ക് അവസാനത്തെ ഒരു 30 മിനിറ്റിൽ മാർക്കറ്റ് വളരെ വയലന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അപ്പോഴും ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ബഹളം നടക്കുകയാണ്. നമുക്ക് ബഹളം നടക്കുന്ന ഏരിയ അല്ല വേണ്ടത്. ഇവര് തമ്മില് പ്രശ്നം പരിഹരിക്കപ്പെട്ട റേഞ്ചാണ്. അപ്പൊ അതെങ്ങനെ മനസ്സിലാവും? അവസാനത്തെ ഒരു 30 മിനിറ്റ് ഒരു നാരോ റേഞ്ച് ആയിരിക്കണം. നാരോ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇതേപോലെ ഒരു ചെറിയ റേഞ്ച് ആയിരിക്കണം. കണ്ടോ, ഇതൊരു സ്മോളർ റേഞ്ച് ആണ്. ഇതേപോലൊരു സ്മോളർ റേഞ്ച് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവസാനത്തെ ഒരു മണിക്കൂറിൽ വലിയ ബഹളം നടന്നിട്ടില്ല. അതിനർത്ഥം ബയേഴ്സും സെല്ലേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്? എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അതായത് അവര് തമ്മില് എന്തില്ല, ബഹളം നടക്കുന്നില്ല. ഈ ബഹളം നടക്കുന്നത് നമുക്ക് വേണ്ട. ബഹളം നടക്കുന്നതല്ല വേണ്ടത്. ഇതേപോലെ സൈലന്റ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം, അതായത് അവസാനത്തെ ഒരു 30 മിനിറ്റ് നോക്കുമ്പോൾ മാർക്കറ്റിൽ വലിയ ബഹളമൊന്നും ഇല്ലാതെ മാർക്കറ്റ് അവസാനിക്കുന്ന സിറ്റുവേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ക്ലോസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് നോക്കുന്ന ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ തലേ ദിവസം ഇവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെയല്ല ക്ലോസിനെ പഠിക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. മാർക്കറ്റിൽ സൈലന്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് കറക്റ്റ് മാർക്ക് ചെയ്യുക. അതിന് എക്സാമ്പിൾ ഞാൻ ഇപ്പൊ കാണിക്കാം കേട്ടോ. അതായത് ഇത് കണ്ടോ, ഈ ഒരു അവസാനത്തെ ഇവിടുത്തെ ക്യാൻഡിലിനൊന്നും ഒരു പ്രാധാന്യമില്ല കേട്ടോ. ക്യാൻഡിൽ എങ്ങനെയോ വന്നോട്ടെ, ഏത് പാറ്റേണോ എന്ത് പാറ്റേണോ വന്നോട്ടെ, അതിനൊന്നും ഒരു കാര്യമില്ല. അവസാനത്തെ 30 മിനിറ്റ് ഇതാണ് 3 മണി. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് 3 മുതൽ 3:30 വരെ. 3 മണി മുതൽ ഇത് നോക്കി, 3 മണി മുതൽ 3:30 വരെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, അവിടുത്തെ ആ ഒരു 3 മണി മുതൽ 3:30 വരെയുള്ള ഹൈയും ലോയുമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഹൈയും ലോയും. ഈ ഒരു റേഞ്ച് പിറ്റേന്ന് ദിവസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഈ റേഞ്ച് മാർക്ക് ചെയ്യുന്ന മാത്രമല്ല, പിറ്റേന്നത്തെ ഓപ്പണിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. അത് ഇനിയുള്ള വീഡിയോസിൽ വരും. താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇത് ഒരു സീരീസ് ആയിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് ഇതിനെ കുറിച്ച് ചെയ്യുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ബാക്ക് ടെസ്റ്റും ഒരുപാട് വർഷമൊക്കെ നോക്കിയിട്ടുള്ള ഒരു ഡേറ്റ ആണ്. വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തുള്ളൂ. താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ലൈക്കോ കമന്റോ ആയിട്ട് പറയാം. അപ്പോ ഈ പറയുന്ന 30 മിനിറ്റ്സ് ഇതുപോലെ സൈലന്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കുക. അതായത് അടുത്ത ദിവസം ഞാൻ ഇനി എക്സാമ്പിൾ കാണിക്കാം. ലാസ്റ്റ് ഡേയിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു സൈലൻസ് ആണല്ലേ. അതായത് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് നോക്കി, ഇതാണ് 3 മണിയുടെ ക്യാൻഡിൽ. കണ്ടോ, 3 മണിയുടെ ക്യാൻഡിൽ ഇതാണ്. 3:30 വരെ ഞാൻ മാർക്ക് ചെയ്യണം. സൈലന്റ് ആയിട്ട് മാർക്കറ്റ് ആ ലെവലില് മാർക്കറ്റ് പിറ്റേന്ന് ഓപ്പണിംഗ് റിയാക്ട് ചെയ്യുന്ന കണ്ടോണം. ഓക്കെ, റിയാക്ട് ചെയ്യുന്നത് കണ്ടോളണം. അടുത്തത് മാർക്കറ്റിന്റെ ഇത് കണ്ടോ, ഇത് 3 മണി മുതൽ 3:30 വരെയുള്ള ആ ഒരു ടൈമാണ് ഈ കാണുന്നത്. ഓർക്കുക, നമ്മൾ ഓപ്പണിംഗ് ഒക്കെ വെച്ചിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ ഇതൊരു ബേസ് ആണ് ഞാൻ പറയുന്നത്. അതായത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, ഇത് വെച്ചിട്ട് എൻട്രി എടുക്കുന്ന എക്സിറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് പഠിക്കുന്നത്. ഇപ്പോ ഇത് മാർക്ക് ചെയ്യാൻ പഠിക്കുക. നാരോ സോൺ എന്താണ് എന്നുള്ളതും അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്നുള്ളതും പഠിക്കുക. അവസാനത്തെ ഒരു 30 മിനിറ്റ് നോക്കി. അവസാനത്തെ ഒരു 30 മിനിറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. കണ്ടോ, 30 മിനിറ്റ് മാർക്ക് ചെയ്യാണ്. കണ്ടോ, അപ്പൊ ഇതുപോലെ നാരോ സോൺ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു 30 മിനിറ്റ് മാർക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ മൂവ്മെന്റ് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ കുഴപ്പമില്ല അല്ലെ. ഇത് സോറി, ഇത് അതല്ല, അതൊരു 3 മണിക്ക് ആ ഒരു വലിയ പ്രശ്നമില്ലാത്ത റേഞ്ച് ആണ്. ചില ഡേയ്സിൽ ഇത് കണ്ടോ, ഇത് മാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ആണ്. ഇവിടെ ഇതൊരു നാരോ റേഞ്ച് അല്ല.
ഇതൊരു വൈഡ് റേഞ്ച് ആണ്. ഇത് നമുക്ക് വേണ്ട റേഞ്ച് അല്ല. ഇത് വർക്ക് ചെയ്യില്ല എന്നല്ല, ഇത്രയും വലിയ റേഞ്ചസ് ഈ ഒരു 30 മിനിറ്റ്സിൽ വലിയ മൂവ്മെന്റുകൾ നമുക്ക് ആവശ്യമില്ല. ദേ ഇതുപോലുള്ള നാരോ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, നാരോ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ അത് എക്സാമ്പിൾ കാണിക്കുന്നത് കറക്റ്റ് മനസ്സിലാവാനാണ്. ഇവിടെ ശരിക്കും ഇത് നാരോ അല്ല, കാരണം 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ അല്ല. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള സോണുകള് എന്തുകൊണ്ട് നാരോ ആവണമെന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഈ നാരോ റേഞ്ചുകൾ മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്ക് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്നവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പൊ ഇത്തരം റേഞ്ചസ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഇപ്പൊ നമ്മളിത് മാർക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്തേല് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ് വരുന്ന സമയത്ത് അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് കാരണം ഇതെല്ലാം കൂടെ ഇതൊരു വലിയ ടോപ്പിക്കാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ ഇതൊരു ചെറിയൊരു റേഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ട്രേഡ്, അങ്ങനെ അല്ല. ഇതിൽ ഒരുപാട് ബയർ സെല്ലർ സൈക്കോളജിക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ സൈക്കോളജി അനുസരിച്ചിട്ട് മാർക്കറ്റിന്റെ റീഡ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരുപാട് രീതിയുണ്ട് ഇതിനകത്ത്. ഇതൊരു വലിയ ടോപ്പിക്, അത് ചെറിയ ടോപ്പിക് ആണെന്ന് കരുതരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സീരീസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട്, ചെറിയൊരു സീരീസിൽ ഇൻഡെപ്ത് ആയിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറയാം. ഇത്രയും ഞാൻ പറഞ്ഞു, ഇത് മാർക്ക് ചെയ്യുന്നത് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത്രയും ഓക്കെ ആക്കി വെക്കുക. അടുത്തത് നെക്സ്റ്റ് വീഡിയോയില് പറയുന്നതായിരിക്കും കേട്ടോ. കാരണം എനിക്ക് വളരെ ലോങ് വീഡിയോ ചെയ്യാൻ ഉള്ള ടൈമില്ല. ഞാനിപ്പോ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്ര ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്കോ കമന്റോ ചെയ്താലും മതിയാവും കേട്ടോ. കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ടിൽ ഇത് കാണാവുന്നതാണ്.